ഹലോ, അടുത്ത പാട്ടിലേക്ക് പോയാലോ? നീലൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തോളി താടി കുത്തി നിന്നു. നീല, ഓ നിനക്ക് ഇനി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ലേ? ഞാൻ മാറിയുന്നു. നീലൻ പെട്ടെന്ന് തന്നെ അവളെ നകന്നു മാറി. ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞു, ഒരടിയങ്ങ് വെച്ചെന്നുണ്ടല്ലോ. അവൾ കയ്യൊങ്ങിയ നീലൻ അവളുടെ കൈ പിടിച്ചു. നീലനെ തല്ലൂടി കുരുട്ടടക്കെ. തല്ലൂടി. അവൻ അവളുടെ ഇരു കൈയും ചേർത്ത് പിടിച്ച് ചുമരിലേക്ക് എടുപ്പിച്ചു. എനിക്കാരും പേടിയില്ല, ഞാൻ തല്ലും, ചിലപ്പോ കടിച്ചൊന്നും വരും. അത് പറയലും നീലന്റെ കയ്യിൽ കടിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. നീലൻ വേദന കൊണ്ട് വേഗം കൈവിട്ടത് അപ്പു പുറത്തേക്ക് ഓടി. നിന്നെ ഞാൻ എടുത്തോളാടി, ആ പോടോ, അവൾ ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. അടുപ്പത്തിരിക്കുന്ന ചായ ഇറക്കി വെച്ച് അത് 2 കപ്പിലാക്കി നീലൻ ഉമ്മറത്തേക്ക് വന്നു. അപ്പു അവിടെ മുറ്റടിച്ചു വരുന്നുണ്ട്. നീ എന്താ കുറച്ചു മുമ്പ് പറയാൻ നിന്നില്ലേ? എന്താ അത്? ഒരു ചായക്കപ്പ് എടുത്ത് സ്റ്റെപ്പിലേക്ക് ഇരുന്ന് മുറ്റടിക്കുന്ന അപ്പുവിനോട് അവൻ ചോദിച്ചു. ഞാനത് പറയാൻ മറന്നു. ആദ്യമോ വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ വിളിച്ചിട്ടുണ്ട്. സെമ്മ എക്സാമൊക്കെ വരുമല്ലേ, ഞാൻ എന്തായാലും അമ്പലത്തിൽ പോയി കൃഷ്ണേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല, ബുക്ക് എടുത്ത് വില കൊടുത്ത് പഠിക്കണം. അതൊക്കെ നിങ്ങൾ പഠിക്കുകൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ. എനിക്ക് ജസ്റ്റ് പാസ്സാവാൻ ഒരു പുഷ്പാഞ്ജലി നാളികേരം മതി, ബാക്കിയെല്ലാം കൃഷ്ണേട്ടൻ ചെയ്തോളൂ. അവൾ ബാക്കി മുറ്റം കൂടി അടിച്ച ശേഷം നീലന്റെ അരികിലായി വന്നിരുന്നു തൻ്റെ ചായ കപ്പെടുത്തു. നീ വരുന്നില്ല? ഇല്ല, നീ പോയിട്ട് വാ, ട്യൂഷൻ പിള്ളേർ വരും. എന്നാൽ നമുക്ക് 6 മണി കഴിഞ്ഞ് പോവാം. ഏയ് നീ പോയി വാ, ഞാൻ ഇല്ല. 5:30 കഴിഞ്ഞ് അപ്പു റെഡിയായി അമ്പലത്തിലേക്ക് ഇറങ്ങി. പോകുന്ന വഴി അതും അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നെന്താ അതും അമ്പലത്തിൽ പോവാൻ? എന്താ അമ്പലത്തിൽ പോക്കൂടെ? സാധാരണ നീ അരുണേട്ടൻ്റെ കൂടെ അല്ലേ പോവാറ്, ഇന്ന് നീ കൂടെ വരണം അത്ര തന്നെ. അതെന്തിനാ? അതറിഞ്ഞാലേ നീ വരുള്ളോ? വേഗം വരാൻ നോക്കുക, അല്ലെങ്കിൽ നടയടക്കും. അത് പറഞ്ഞ് ആദ്യം വേഗം നടന്നു. ഇവളെന്താ നമ്മുടെ അമ്പലത്തില്? നടയിൽ തൊഴുന്ന അനഘയെ കണ്ട അപ്പു ചോദിച്ചു. അതിന് ഈ അമ്പലം എപ്പോഴും നമ്മുടെ പേരിൽ എഴുതി തന്നെ. നമ്മുടെ പേര് എഴുതി തന്നെ അല്ലേ നമ്മുടെ ആവുള്ളോ? ഇത് നമ്മുടെ നാട്ടിലെ അമ്പലല്ലേ, അപ്പം അത് നമ്മുടെയാ. അപ്പോഴേക്കും അനഘ അപ്പുവിൻ്റെ ആരതിയുടെ അടുത്തെത്തിയിരുന്നു. താങ്ക്സ് ആരതി, ഞാൻ അപൂർണ വരുന്ന ഒട്ടും പ്രതീക്ഷയില്ല. അപൂർണയ്ക്ക് എന്നോട് അത്രയും ദേഷ്യമല്ലേ? എനിക്കാരോടും ദേഷ്യമില്ല. എന്നിട്ടാണോ എന്നെ കണ്ട മുഖം വേർപ്പിച്ച് തല തിരിച്ചു പോണേ? പുഞ്ചിരിയോട് അനഘ ചോദിച്ചു. ഇതിനാണോ അതുമ്മ നീ എന്നെ അമ്പലത്തേക്ക് വിളിച്ചേ? ഞാൻ തിരികെ പോവാ. അപ്പു തിരികെ നടന്നത് അനഘ അവളുടെ കൈ പിടിച്ച് നിർത്തി. 1 മിനിറ്റ് അപൂർണ, എന്തായാലും വന്നതല്ലേ, എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടൂടെ? കോളേജിൽ വെച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ടെന്ന് കരുതിയാണ് ഞാൻ അപൂർണയെ ഇവിടേക്ക് വിളിച്ച് കാണാൻ തീരുമാനിച്ചേ. നിനക്ക് എന്താ വേണ്ട അപൂർണ? പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കി വീണ്ടും വഴക്കിടാനാണോ? അതോ പ്രതികാരം, പക എന്നൊക്കെ പറഞ്ഞ് നിന്റെ ഏട്ടൻ പുറത്ത് വഴിയിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാ? സോറി അപൂർണ, ഞാനും എൻ്റെ ഏട്ടനും കാരണം തനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും സോറി. അത് കേട്ട് അപ്പം മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി. ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കടോ. ഞാൻ നമ്മുടെ ഈ സമയം കൂടി കഴിഞ്ഞ് ഞാൻ പപ്പയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാ. തനിക്കറിയാലോ ഏട്ടൻ്റെ സ്വഭാവം, അതുകൊണ്ട് പപ്പ തിരിച്ചു വരാൻ പറഞ്ഞു. കൂടെ എന്നോടും. എക്സാം അറ്റൻഡ് ചെയ്യാൻ മാത്രമേ ഞാൻ വരൂ. പോകുന്നതിന് മുന്നേ എനിക്ക് തന്നോട് സോറി പറയണമെന്ന് തോന്നി. അപ്പം എന്നങ്ങ് പോവാണോ? അപ്പോൾ അവളുടെ കവളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. അടുത്ത മാസം. അതുവരെ നമുക്ക് ഫ്രണ്ട്സ് ആയിരുന്നൂടെ? അനഘ ചോദിച്ചത് അപ്പുവിൻ്റെ മുഖത്ത് മനോഹരമായി പുഞ്ചിരി വിടർന്നു. എന്നാൽ ഞാൻ പോവുക, ഇനി നേരം വൈകിയ അച്ചമ്മ പേടിക്കും. അത് പറഞ്ഞ് അനഘ പുറത്തേക്ക് പോയി. അപ്പു അതും അമ്പലത്തിനകത്തേക്കും. തൊഴുത് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വരുമ്പോഴാണ് ക്ലബിന് മുന്നിൽ നിൽക്കുന്ന അരുണെ കണ്ടത്. ആരതി ഇലച്ചെന്തിൽ നിന്നും ചന്ദനം എടുത്ത് അവന് തൊട്ടുകൊടുത്തു. ക്ഷമ പറയലും കൊടുക്കലൊക്കെ കഴിഞ്ഞാ? അപ്പം എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ? അവൾ എന്നോട് ഒരാഴ്ച ഇതും പറഞ്ഞ് പിന്നാലെ നടക്കുക, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരതി പറഞ്ഞു. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കണേ നല്ലത്. ഒരു ഭൂമി ഉലുക്കും പോലെ മനുഷ്യൻ്റെ അഹങ്കാരമൊക്കെ തീരാൻ. അരുൺ ആരോടൊന്നില്ലാതെ പറഞ്ഞു. നീ എന്തടി ആലോചിച്ചിരിക്കണേ? അപ്പുവിൻ്റെ നിൽപ്പ് കണ്ട് ആരതി ചോദിച്ചു. ഭൂമി കുലുങ്ങിയ അത് ഭൂകമ്പം, ചന്ദ്രൻ കുലുങ്ങിയാലോ? ഓഫ്, തുടങ്ങി അവളുടെ ഒടുക്കത്തെ സംശയം. എടാ കാർത്തി, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോയിക്കേ.
അരുൺ ക്ലബിനകത്തേക്ക് നോക്കി വിളിച്ചതും കുറച്ച് കഴിഞ്ഞ് നീലം പുറത്തേക്ക് വന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ നീല? ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ കണ്ടേ, അരുൺ പറഞ്ഞു. എടാ വേണ്ടാട്ടാ, നീലം പറഞ്ഞു. കണ്ടോ, എനിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. അപ്പോൾ നീലൻ്റെ കൈ ചുറ്റിപ്പിടിച്ച് അരുൺ എന്നോടായി പറഞ്ഞു. ഓ ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം. നീലിന് കുറേ പഠിക്കാനുള്ളതാ. അപ്പോൾ പറഞ്ഞത് അരുൺ തലയായിട്ട് മുന്നോട്ട് നടന്നു, കൂടെ ആരതിയും. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ചന്ദനെടുത്ത് നീലൻ്റെ നെറ്റി തൊട്ട് കൊടുത്തു. ഇവിടെ വരെ വന്നിട്ടെന്താ നീ അമ്പലത്തിൽ വരാഞ്ഞേ? എനിക്കും കൂടെയുള്ളത് എൻ്റെ കുട്ടി പ്രാർത്ഥിക്കില്ലേ, പിന്നെന്തിനാ ഞാൻ വന്ന് ദൈവത്തിനെ ബുദ്ധിമുട്ടിക്കണേ? നീലൻ അവളുടെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നു. അനക്ക് വരുന്ന കാര്യം അപ്പം നിനക്കും അറിയായിരുന്നാ? ആരും പറഞ്ഞു. എന്നിട്ട് ആ കുട്ടികളുടെ ദേഷ്യം മാറിയാ? ദേഷ്യമൊന്നുമില്ല, ഒരു കണക്കിന് നോക്കി അവൾക്കാരനല്ലേ എനിക്ക് നിന്നെ കിട്ടിയേ. അപ്പു പറയുന്ന കേട്ട് നീലൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. നീലൻ്റെ തറവാടിന് മുന്നിലെത്തിയത് അപ്പു ഒന്ന് നിന്നു. അവൾ നോക്കുന്നത് കണ്ട് നീലനെ ആ തറവാട് മുറ്റത്തേക്കൊന്ന് നോക്കി. ആ വീടും പരിസരവും കണ്ടത് അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. നീല, അവൾ ഗേറ്റിൽ പിടിച്ചകത്തേക്ക് നോക്കി വിളിച്ചു. അവനൊന്ന് മൂളി. എത്ര രൂപ കൊടുത്താലേ വീട് തിരിച്ചു കിട്ടുക? കുറേ വേണം കുഞ്ഞെ, അവനൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. നമുക്ക് ഈ വീട് തിരിച്ചു വാങ്ങണം നീല. അതിനെൻ്റെ കുട്ടി നന്നായി പഠിച്ചൊരു ജോലി വാങ്ങും, അപ്പോൾ നമുക്കെല്ലാം തിരിച്ചു വാങ്ങാം. അത് വേണോ നീല? പിന്നല്ലാതെ. അവളുടെ തോളിലൂടെ കൈയിട്ട് നീല മുന്നോട്ട് നടന്നു. കുറച്ചു നേരം മുന്നോട്ട് നടന്ന് അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒപ്പം കണ്ണുനീരിൻ്റെ നനവ് പടർന്നിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബുക്കെടുക്കാനായി റൂമിലേക്ക് വന്ന നീലം ബെഡിലിരുന്ന് പഠിക്കുന്നവനെ അപ്പുവിനെ കണ്ട് ശരിക്കും ഞെട്ടി. പഠിക്കണോ നീ? നീലം വിശ്വാസം വരാതെ ചോദിച്ചു. പിന്നെ അല്ലാതെ, ഞാൻ പഠിച്ച് ജോലി വാങ്ങിയിട്ട് വേണ്ടേ നമുക്ക് തറവാട് വാങ്ങാൻ? അപ്പു പറയുന്നത് കേട്ട് നീലൻ അവളുടെ അരികിലായി വന്നിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് നിനക്ക് ആ വീട്? എനിക്ക് ഈ വീടാണ് ഇഷ്ടം. പക്ഷെ നിനക്ക് ഇഷ്ടം ആ വീടല്ലേ? നീ ജനിച്ചു വളർന്ന വീടല്ലേ അത്? നിനക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടതാ. അപ്പോൾ അത് പറഞ്ഞു നീലൻ അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അടുത്ത നിമിഷം അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഇറുക്കെ പുണർന്നു. നീല, സങ്കടപ്പെട്ടല്ലേ? എൻ്റെ കുട്ടിയിരുന്ന് പഠിച്ചോ? അവളുടെ നെറ്റിയിലൊന്ന് ഉമ്മ വെച്ച് ബുക്കുമായി പുറത്തേക്ക് പോയി. അപ്പോൾ കുറേ നേരം ബുക്ക് നോക്കി വായിച്ചെങ്കിലും പതിയെ ഉറക്കം വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് നീലം വരുമ്പോഴേക്ക് അപ്പു ചുമലി ചാരിയിരുന്ന് ഉറങ്ങിയിരുന്നു. നീലം തൻ്റെ കയ്യിലുള്ള ബുക്ക് ടേബിളിൽ മുകളിൽ വെച്ച് അപ്പുവിനെ ബെഡിലേക്ക് കിടത്തിയതും അപ്പു കണ്ണു തുറന്നു. എണീറ്റോ? നീ കിടക്കാറായില്ലേ? അപ്പു കണ്ണ് ചിമ്മി തുറന്നുകൊണ്ട് ചോദിച്ചു. കിടക്ക. നീലം ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പുവിൻ്റെ അടുത്തായി കിടന്നതും അപ്പുവിൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു. നീല, എന്തോ? നീല, പറഞ്ഞേ, നിനക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? നിന്നെയാണെന്ന് പറയണായിരിക്കും, അതിനു വേണ്ടിയല്ലേടി ഇങ്ങനെയൊരു ചോദ്യം? ആണെന്ന് കൊണ്ടിക്കോ. ഈ നീലനെ ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാനും ഇങ്ങനെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും ദേഷ്യപ്പെടാനും എൻ്റെ പൊന്നല്ലാതെ വേറെ ആരുള്ളേ? എൻ്റെ കുഞ്ഞിപ്പെണ്ണിനോടായിരിക്കില്ലേ ഈ നീലിനെ കൂടുതൽ ഇഷ്ടം? അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിനക്കൊരു കാര്യം അറിയോ? ഇതിനു മുന്നേ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതുപോലെ എൻ്റെ നെഞ്ചിൽ കിടന്ന നീതി ചോദ്യം ചോദിക്കുന്നത്. നീല പറഞ്ഞതും അപ്പു തല ഉയർത്തി നോക്കി. ഒരു ഒറ്റ തള്ളാണല്ലേ? അല്ലട, സത്യമായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. നീലം പറഞ്ഞതും അപ്പു വിശ്വസിച്ചെന്ന് മട്ടി തലയാട്ടി നീലൻ്റെ നെഞ്ചിൽ തല വെച്ച് കിടന്നു. പതിയപ്പോഴും അവളെ ഉറങ്ങിപ്പോയി, കൂടെ നീലനും. എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.